ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഡിസംബർ 25. ദൈവം മനുഷ്യനായി പിറന്നതിൻ്റെ നല്ല ഓർമ്മ ലോകം മുഴുവനും ആഘോഷിക്കുകയും ആചരിക്കുകയും ചെയ്യുന്ന ഒരു പുണ്യദിനം. ഞാൻ ആവർത്തിക്കുന്നു, ദൈവം മനുഷ്യനായി പിറന്നതിൻ്റെ ഓർമ്മ. അപ്പോൾ അതുതന്നെയാണ് ക്രിസ്മസിൻ്റെ സന്ദേശവും. നല്ല മനുഷ്യനായി തീരുക. നീ ഒരു നല്ല മനുഷ്യനാകുമ്പോൾ ക്രിസ്മസ് നിന്നിലൂടെ പൂർത്തിയാകും. കുറേയും കൂടി മെച്ചപ്പെട്ട ഒരു മനുഷ്യനായിട്ട് മാനുഷിക മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് നല്ല ഒരു മനുഷ്യനായി ജീവിക്കുമ്പോൾ ക്രിസ്മസിന് അർത്ഥവും ആഴവും ഉണ്ടാവുകയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മൾ ദൈവങ്ങളാകുവാൻ വേണ്ടിയിട്ടാണ് പരിശ്രമിക്കുന്നത്. ഈ ഒരു പ്രലോഭനം ആദ്യ മാതാപിതാക്കൾ മുതലുണ്ടായിരുന്നു. തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിച്ചാൽ ദൈവത്തെ പോലെയാകും. അതുകൊണ്ടിതാ ആ പ്രലോഭനത്തിൽ അവർ വീണുപോകുകയാണ്. ഇന്നും ഈ പ്രലോഭനം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ പുൽക്കൂടും നമ്മളോട് മന്ത്രിക്കുന്നുണ്ട്, ദൈവമാകുവാനുള്ള നിന്റെ ശ്രമം നീ ഉപേക്ഷിക്കുക, എന്നിട്ട് പുൽക്കൂട്ടിലേക്ക് ഒന്ന് എത്തി നോക്കുക. അവിടെ ഇതാ ദൈവം മനുഷ്യനായി പിറന്നു കിടക്കുന്നു. അവൻ്റെ മുഖത്തേക്ക് നീ സൂക്ഷിച്ചു നോക്കുക. ആ ദൈവത്തിന് നിന്റെ മുഖസാദൃശ്യമാണ്, നിന്റെ ഷെയ്പ്പാണ് ദൈവത്തിന്. അതുകൊണ്ട് നീ ഇനി ദൈവമാകാൻ പരിശ്രമിക്കേണ്ടത് എങ്ങനെയാണ്? നിന്റെ മുഖം വികൃതമാകാതെ നീ സൂക്ഷിച്ചാൽ മതി. പക്ഷേ ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ അവൻ്റെ മുഖം വികൃതമാക്കിക്കൊണ്ടിരിക്കുകയാണ്. പത്രങ്ങളിലൂടെയും മാസികകളിലൂടെയും വാർത്തകളിലൂടെയും ഒക്കെ നമ്മൾ കേൾക്കുന്ന വാർത്തകൾ, നമ്മൾ കാണുന്ന വാർത്തകളൊക്കെ അത്ര നല്ല വാർത്തകളൊന്നുമല്ല. മനുഷ്യനെ ഉപദ്രവിക്കുകയും പരിക്കേൽപ്പിക്കുകയും വെട്ടുകയും നശിപ്പിക്കുകയും കഴുത്തറത്ത് കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന വാർത്തകളാണ് നമ്മൾ അനുദിനം കാണുന്നത്, കേൾക്കുന്നത്. സച്ചിദാനന്ദൻ്റെ ആ വരികൾ ഈ കാലഘട്ടത്തിൽ വളരെ അർത്ഥവത്താണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ദൈവം പരാതി പറയുകയാണ്, 6-ാം ദിവസം എനിക്ക് അബദ്ധം പറ്റി. കാരണം പ്രണയമില്ലാതെ പ്രാപിക്കുകയും വിനയമില്ലാതെ പ്രാർത്ഥിക്കുകയും തിന്നുവാൻ വേണ്ടിയല്ലാതെ കൊല്ലുകയും ചെയ്യുന്ന മൃഗത്തെ സൃഷ്ടിച്ച ദിവസമാണ് 6-ാം ദിവസം. എന്നെ ശ്രവിക്കുന്ന സഹോദര സഹോദരി, ഇനി ഒരിക്കലും ദൈവം ഇങ്ങനെ പരാതി പറയാതിരിക്കട്ടെ. നമ്മുടെ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന മാനുഷിക ഭാവങ്ങളെ, നമ്മുടെ മനുഷ്യത്വത്തെ നമുക്ക് തിരിച്ചു പിടിക്കാം. അങ്ങനെ നല്ല മനുഷ്യരായി ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാം. അതുകൊണ്ടാണ് ആദ്യം മനുഷ്യനാകൂ, പിന്നെ വിശുദ്ധനാകൂ എന്ന് പറഞ്ഞു വച്ചിരിക്കുന്നത്. ശ്രീനാരായണ ഗുരു പറഞ്ഞത് മറ്റൊന്നുമല്ല, മതം ഏതുമായിക്കൊള്ളട്ടെ, പ്രധാനപ്പെട്ടത് മനുഷ്യൻ നന്നാകുക എന്നുള്ളതാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ പ്രബോധനത്തിലൂടെയും പ്രവൃത്തിയിലൂടെയും ഒക്കെ ഈ ലോകത്തെ ഉത്ബോധിപ്പിക്കുന്നത് മറ്റൊന്നുമല്ല, നീ മെച്ചപ്പെട്ട ഒരു മനുഷ്യനായി ജീവിക്കുക എന്നുള്ളതാണ്. സ്നേഹമുള്ള സഹോദര സഹോദരി, നിനക്ക് മറ്റൊരു ഓപ്ഷനില്ല. കാരണം നിന്റെ ദൈവം മനുഷ്യനായിട്ട് അവതരിച്ചു കഴിഞ്ഞു. ഇനി നീയും മെച്ചപ്പെട്ട ഒരു മനുഷ്യനായി മാറേണ്ടിയിരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നല്ല മനുഷ്യനാകുവാനുള്ള ആശംസ ഞാൻ നേരുകയാണ്. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ ആശംസകൾ. ഹാപ്പി ക്രിസ്മസ്. ആമേൻ.